വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഉള്ള സമയമല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ആദ്യമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾ കാസർഗോഡ് നിന്നും 14-ാം തീയതി പ്രയാണം ആരംഭിച്ച് ഇവിടെ എത്തിച്ചേരുമ്പോൾ കടന്നു വന്ന വഴികളിലും സ്വീകരണ സമ്മേളനങ്ങളിലും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും അഭിവാദ്യമർപ്പിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്ത 10,000-കണക്കിന് ആളുകളുണ്ട്. പാലക്കാട് എത്തിച്ചേരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ മർജിത പക്ഷത്തിന് ആവേശം നൽകിയ ഒരു ഭരണാധികാരി, മഹാനായ ഷഹീദ മില്ലത്ത് ടിപ്പു സുൽത്താൻ്റെ നാമം കൊണ്ട് അനുഗ്രഹീതമായ ഒരു കോട്ടയ്ക്കകത്ത് വെച്ച് ഈ പരിപാടി നടക്കുന്നുവെന്നതും അഭിമാനകരമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഏർപ്പെടുത്തിയ സ്വീകരണ സമ്മേളനം പങ്കാളിത്തം കൊണ്ടും അച്ചടക്കം കൊണ്ടും വളരെ അഭിമാനം നൽകുന്നതും സന്തോഷം നൽകുന്നതുമാണ്. ആ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ജാഥ അംഗങ്ങൾക്കും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്കും വേണ്ടി നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അറിയിക്കുകയാണ്. മികവുറ്റ സംഘാടനം നടത്തിയ ജില്ലയിലെ മുഴുവൻ ഘടകങ്ങൾക്കും പ്രത്യേകമായി സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ബബിയ ടീച്ചർ സൂചിപ്പിച്ചു ഈ നഗരത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ സമ്മേളന നഗരിയുടെ പ്രത്യേകത. 1798 ശ്രീരംഗനാഥ് പട്ടണത്ത് ബ്രിട്ടീഷ് പട്ടാളത്തോട് പോരടിച്ച് വീരോചിതമായി രക്തസാക്ഷിത്വം വരിച്ച ആ രക്തസാക്ഷിത്വത്തിന് പ്രത്യേകത കൂടിയുണ്ട്. കാരണം വൈദേശിക പട്ടാളത്തെ പരാജയപ്പെടുത്തി വിശ്രമിക്കുന്നതിന് വേണ്ടി തൻ്റെ കോട്ടയുടെ സ്വകാര്യ ഹാളിലേക്ക് കടന്നു വന്ന മഹാനായ ടിപ്പു സുൽത്താൻ തൻ്റെ ഹാളിൽ വന്ന് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വകാര്യ വിശ്രമഹാളിൻ്റെ കവാടം ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്ത് തുറന്നുകൊടുത്ത് മലവെള്ളപ്പാച്ചിൽ പോലെ മുന്നിലേക്ക് വന്ന വൈദേശിക പട്ടാളത്തെ വീണ്ടും തൻ്റെ കയ്യിൽ നിന്ന് വാളുകൊണ്ട് പ്രതിരോധിച്ചും അതിജീവിച്ചും മുന്നോട്ട് പോകുമ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ പീരങ്കിയിൽ നിന്ന് മുതിർന്നു വന്ന വെടിയുണ്ട നെഞ്ചിലേറ്റി പിടഞ്ഞു വീണ് മരിച്ച, അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്, ഈ രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് രക്തസാക്ഷിത്വം വരിച്ച മഹാനായ ടിപ്പു സുൽത്താൻ്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഒരു ഭൂമിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത് നമുക്ക് വൈകാരികമായൊരു പിൻബലമാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി ഒരുമയോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഒരു പ്രചോദനം കൂടിയാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾ, കേരളത്തിലെ ഒറ്റപ്പെട്ട ചില മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചർച്ച ഒരുപക്ഷെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന NDAയുടെ നേതാവ് ഒരു പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പദയാത്രയിൽ പ്രധാനമായ ഒരു പരിപാടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ SC/ST വിഭാഗത്തോടൊപ്പം ഭക്ഷണം കഴിക്കലാണ്. ഞാനിത് പാലക്കാട് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നാട്ടിൽ സംഘപരിവാറിന് വേണ്ടി സർവ ദുഷ്കൃത്യങ്ങളും ചെയ്യുന്നത് ഇവിടുത്തെ കീഴാള ജനവിഭാഗമാണ്. ഒരു സവർണനും ഒരു തെരുവിലും സംഘർഷത്തിന് നേതൃത്വം കൊടുക്കാറില്ല. ഈ രാജ്യത്ത് കൊലപാതകം നടത്താൻ കേരളത്തിൽ, അല്ലെങ്കിൽ അക്രമം നടത്താൻ, പാർട്ടി ഓഫീസിന് കാവൽ നിൽക്കാൻ, എതിരാളികളെ വകവരുത്താൻ ഒരു സവർണനും മുന്നിട്ടിറങ്ങിയിട്ടില്ല. മറിച്ച് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അത് സംഘപരിവാർ രാഷ്ട്രീയം മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല, ഈ രാജ്യത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഉൾപ്പെടെ ചരിത്രം പരിശോധിച്ചാൽ
ഇവിടെ സംഘർഷത്തിൽ പാർട്ടികൾക്ക് വേണ്ടി കൊല്ലപ്പെടുന്നവരുടെ പട്ടികയിൽ ഒരു സവർണന്റെ പേരും കാണാൻ നമുക്ക് സാധ്യമല്ല. മറിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വിവിധ ചേരികൾ സൃഷ്ടിച്ചു കൊടുത്ത് ജാതിയുടെ ചേരി അത് പൊതുസമൂഹത്തിൽ പരാമർശിക്കൽ ഭൂഷണമല്ലാത്തത് കൊണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ ചേരികൾ നിർമ്മിച്ചു കൊടുത്ത് സവർണ ബുദ്ധിക്കോമരങ്ങൾ ആവിഷ്കരിക്കുന്ന കഥകൾക്കനുസരിച്ച് പരസ്പരം തല്ലിച്ചാകേണ്ട ഒരു ദുരവസ്ഥ ഇന്നും ഈ രാജ്യത്തിൻ്റെ അധസ്ഥിത ഭൂരിപക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നടന്ന അക്രമത്തിൻ്റെ പേരും ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മയുമുണ്ട്. എന്നാൽ ഈ പാർട്ടികളെല്ലാം നിയന്ത്രിക്കുന്നത് സവർണ ബുദ്ധിജീവികളാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രയോഗം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹിന്ദു ഏകീകരണം പറഞ്ഞ് രംഗത്ത് വരുന്ന, ഈ രാജ്യത്തെ എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദ്രാവിഡ സംസ്കാരത്തെ മറികടക്കാൻ ഫാഷിസ്റ്റ് രാഷ്ട്രീയം കൊണ്ട് മറ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സംഘ് പരിവാറിൻ്റെ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന ജാഥയിൽ ഞങ്ങൾ പട്ടികജാതി പട്ടികവർഗത്തോടൊപ്പം ഭക്ഷണം കഴിക്കൽ ഒരു പ്രത്യേക അജണ്ടയാണ് എന്ന് പറഞ്ഞ ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. ആത്മാഭിമാന ബോധമുള്ള ഏതെങ്കിലും ഒരു പട്ടികജാതി പട്ടികവർഗക്കാരനോ കീഴാളനോ ഈ RSSലോ BJPയിലുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഇന്ന് ആ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് ഈ വേദിയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അടിമട്ടമല്ല വേണ്ടത്. ചാതുർവർണ്ണ ശക്തികൾ സൃഷ്ടിച്ച അടിമട്ടം ആസ്വദിക്കുന്നതിന് പകരം ആ ബന്ധനത്തിൻ്റെ കെട്ടുകൾ ജനാധിപത്യത്തിൻ്റെ മൂല്യം കൊണ്ട് പൊട്ടിച്ചെറിയാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞത്, ഇത്രത്തോളം അധപ്പതിച്ചൊരു സ്ഥിതിവിശേഷത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകണം. ഈ ജാഥയിൽ ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഒന്ന്, ഭരണഘടന സംരക്ഷണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഭരണഘടന തുല്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് തുല്യത? അത് സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും തുല്യത എന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന. ഭരണഘടന ആമുഖം ഓരോ ദിവസവും നാം വായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നാൽ ആ ഭരണഘടന പറയുന്ന തുല്യത, അതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനമാണ് രാജ്യത്തിൻ്റെ ഔദ്യോഗിക സംവിധാനത്തിലൂടെ നടപ്പിലാക്കുന്നതും സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ നടപ്പിലാക്കുന്നതും. രണ്ടും ഈ നിലപാടിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഇത് ഫാഷിസത്തിനെതിരെ ക്യാമ്പയിൻ നടത്താൻ മാത്രമുള്ളൊരു പാർട്ടിയല്ല. ഫാഷിസത്തിനെതിരെ ക്യാമ്പയിൻ നടത്തൽ ഇന്നിൻ്റെ രാഷ്ട്രീയമാണ്. പക്ഷേ നിരന്തരമായ ആശയബോധനത്തിലൂടെ രാജ്യനിവാസികൾക്ക് രാഷ്ട്രീയത്തിൻ്റെ ആവശ്യകതയും അതിൻ്റെ സത്യസന്ധതയും അതിൻ്റെ ഉത്തരവാദിത്വ ബോധവും പഠിപ്പിച്ച് വരാൻ പോകുന്ന ഭാവിയിൽ ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കുന്ന ഒരു വലിയ അധികാരി വർഗമാക്കി മാറ്റുകയെന്ന ജനാധിപത്യത്തിൻ്റെ താല്പര്യമാണ് ഈ പ്രസ്ഥാനം നെഞ്ചിലേറ്റിയിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമരം ചെയ്യാൻ മാത്രമുള്ളൊരു പാർട്ടിയല്ല, RSSനെതിരെ പ്രസംഗിക്കാൻ മാത്രമുള്ള പാർട്ടിയല്ല. RSS നമുക്ക് കൂടുതൽ പറയേണ്ടി വരുന്നത്, ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ RSS ആണ്. അതൊരു സംശയവും ആർക്കും വേണ്ട. നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാൻസർ നമുക്കറിയാം. അതിങ്ങനെ ചിലതൊക്കെ അറിയാതെ ഇങ്ങനെ കാർന്നു തിന്നും. എന്തൊക്കെയാ തിന്നുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തിൻ്റെ സർവ്വമൂല്യങ്ങളെയും അത് തിന്നു. ജനാധിപത്യ സംവിധാനത്തെ തിന്നു. നീതി നിർവഹണ സംവിധാനത്തെ ഭാഗികമായി തിന്നുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സംവിധാനത്തെയും അത് കുറേശ്ശെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ മാനുഷിക മൂല്യങ്ങളത് തിന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക സംവിധാനങ്ങളത് തിന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹബന്ധങ്ങളത് തിന്നുകൊണ്ടിരിക്കുന്നു. പകരം ഭീകരമായ കലാപകലുഷിതമായ സ്ഥിതിവിശേഷം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ സർവ്വ നന്മകളെയും അറിഞ്ഞും അറിയാതെയും തിന്നുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ ക്യാൻസറിനേക്കാൾ ഗുരുതരമായ ഒരു രാഷ്ട്രത്തിൻ്റെ രോഗമാണ് സംഘപരിവാർ എന്ന കൃത്യമായ നിലപാട് ബോധ്യമുള്ളത് കൊണ്ടാണ്
ആ നിലപാടിൽ നിന്നുകൊണ്ട് അതിനെതിരെ നമ്മൾ ക്യാമ്പയിൻ നടത്തുന്നത്. അത് പ്രധാനമായി ഇന്നിൻ്റെ രാഷ്ട്രീയമായി മാറുന്നത്. നമുക്കതിലൂടെ ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ ഭാഗമായി മാറുന്ന നല്ല രാഷ്ട്രഭാവി സൃഷ്ടിക്കാൻ സാധ്യമാകണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം ഈ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് സ്വന്തമായി വീടുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ കൈപൊക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഒരുപാട് ആളുകൾ വീടില്ലാത്തവരാണ്. എത്ര പേർക്ക് സ്വന്തമായി ഭൂമിയുണ്ട് എന്ന് ചോദിച്ചാൽ ഭൂമിയില്ലാത്തവരാണ്. ചികിത്സയ്ക്ക് വേണ്ടി വീട് വെച്ച് പലിശയ്ക്ക് പണമെടുക്കേണ്ടി വന്നവരുടെ കണക്കെടുക്കാൻ പറഞ്ഞാൽ അതും ഒരു ഭീകരമായ കണക്കായി മാറും. നിത്യവൃത്തിക്ക് വകയില്ലാതെ, മരുന്ന് വാങ്ങാൻ വകയില്ലാതെ ദുരിതം പേർന്നവരുടെ കണക്കെടുത്താൽ അതിനേക്കാൾ ഭീകരമായിരിക്കും. എന്ന് പറഞ്ഞാൽ അനിവാര്യമായ ജീവിത സൗകര്യം ലഭ്യമാകുന്ന എത്ര പേര് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന ചോദ്യത്തിന് സത്യസന്ധമായൊരു മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടമില്ല. നമ്മൾ സാധാരണ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പറയാറുണ്ട്. ലോകരാജ്യങ്ങളിൽ 5ാമത്തെ ശക്തിയായി മാറാൻ പോകുന്നുവെന്ന് നരേന്ദ്രമോദി പറയുന്നത്. വൻകിട സമ്പന്ന രാഷ്ട്രങ്ങൾ 5ാമത്തെ രാഷ്ട്രമായി ഇന്ത്യ മാറാൻ പോകുന്നു. അത് 2025 അല്ലെങ്കിൽ 30 മാറുമെന്നാണ് അടുത്ത കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്ത് വൻ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. മറുഭാഗത്തോ പട്ടിണി രാജ്യങ്ങളുടെ കണക്കിൽ 111ാമത്തെ സ്ഥാനമാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത്. 111. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളത് ആലോചിച്ച് നോക്കേ. രാജ്യം വലിയ സമ്പന്നമാണ്, അതിസമ്പന്നമാണ് രാജ്യം. അങ്ങനെ സമ്പത്ത് രാഷ്ട്രത്തിനുണ്ട് എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ പട്ടിണിയുടെ സൂചിക എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിൽ പട്ടിണി കിടക്കുന്നതിൽ 111ാം സ്ഥാനത്താണ്. നമ്മേക്കാൾ ദാരിദ്ര്യം കുറഞ്ഞ രാജ്യമാണ് ബംഗ്ലാദേശ് ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ വിഭവം കൊണ്ട് ധന്യമായ 30,000-ഓളം നിരന്തരമായി നിത്യം കൃഷി ചെയ്യുന്ന കർഷകരുള്ള രാജ്യത്തിൻ്റെ ക്രയശേഷിക്ക് 17% സംഭാവന ചെയ്യുന്ന, GDPക്ക് 11% സംഭാവന ചെയ്യുന്ന കർഷകരുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഒരു വലിയ ജനവിഭാഗം പട്ടിണിയിലും കൊടിയ ദാരിദ്ര്യത്തിലുമാണ് എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ലോകത്തോട് പറയുന്നു വൻ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് എന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ഈ വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയണം. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നമെന്ന നിലയിലല്ല. ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ പ്രശ്നമുണ്ട്. സംഘപരിവാർ ഭരിക്കുമ്പോൾ അത് പലരും ഭരിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സംഘപരിവാർ ഭരിക്കുമ്പോൾ സ്റ്റേറ്റ് തന്നെ കലാപത്തെ സ്പോൺസർ ചെയ്യുന്ന ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. സ്റ്റേറ്റ് തന്നെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു പ്രയാസം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം അസഹിഷ്ണുതയിൽ പടുത്തുയർത്തപ്പെട്ട ലോകത്തെ ഭീകരമായൊരു പ്രത്യയശാസ്ത്രമാണ് ഫാഷിസം എന്നതുകൊണ്ട് അതിൻ്റെ സമീപനത്തിൽ നമുക്ക് ആശ്ചര്യമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട്. പള്ളികൾ കർക്കുന്നു, ഭരണഘടന ഉറപ്പ് നൽകുന്ന ശരീഅത്ത് അവന്റെ പേഴ്സണൽ ലോ അനുസരിച്ച് ജീവിക്കാൻ, മത ജീവിതം വ്യക്തി ജീവിതത്തിൽ പകർത്താൻ, സിവിൽ കാര്യങ്ങളിൽ അത് ഓരോ മതക്കാർക്കുമുള്ള അവകാശം അത് തകർക്കുന്നു. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മതപ്രചരണത്തിന് നിരോധനം ഏർപ്പെടുത്തുന്നു, ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നു. ഇങ്ങനെ ഓരോ മതവിഭാഗത്തെയും ജാതി വിഭാഗത്തെയും പ്രത്യേകമായി ബാധിക്കുന്നതായ ഒരുപാട് പ്രശ്നങ്ങളോടൊപ്പം രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾക്കും ഈ സംഘപരിവാർ ഭരണകൂടം പ്രധാന കാരണമാണ് എന്ന ധാരണ നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞത് എന്താ ഇതിൻ്റെ കാരണം? ലോകത്ത് 5ാമത്തെ ശക്തിയായി മാറുന്നു. ഓരോ വർഷവും ആഭ്യന്തരമായി സമ്പത്ത് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഭ്യന്തര മുതലാളിമാരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന, അതാണ് രാജ്യം സാമ്പത്തികമായി കുതിച്ചുയരുന്നുവെന്ന് പറയുന്നത്. ആഭ്യന്തര മുതലാളിമാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മുതലാളിമാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അദാനിയും അംബാനിയും ഉൾപ്പെടെ നമ്മളിങ്ങനെ പറയുന്ന ഒരുപാട് മുതലാളിമാരുണ്ട്. അവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കേന്ദ്രീകൃതമായി കൊണ്ടിരിക്കുന്നു. ഒരു സോഷ്യലിസ്റ്റ് സാമ്പത്തിക ക്രയ സമൂഹത്തിൽ, അത്തരമൊരു വ്യവസ്ഥയിൽ, മാനവികമായ സാമ്പത്തിക സ്വഭാവത്തിൽ സമ്പത്തിന്റെ വികേന്ദ്രീകരണമാണ് അനിവാര്യമായും സംഭവിക്കേണ്ടത്. വിഭവങ്ങളുടെ വികേന്ദ്രീകരണമാണ് സംഭവിക്കേണ്ടത്. അതിനെ മറികടക്കുന്ന തരത്തിൽ സമ്പത്ത് കേന്ദ്രീകൃതമാകുന്നു, അഥവാ മുതലാളിമാരുടെ എണ്ണം കൂടുന്നു. എന്നിട്ട് മൊത്തം കണക്കെടുക്കുന്ന എങ്ങനെയാണ് രാഷ്ട്ര സമ്പന്നമാണ് എന്നറിയാൻ? ഈ മുതലാളിമാരുടെ കൈവശമുള്ള പണം വെച്ചുകൊണ്ട് ആളോഹരി കണക്ക് നോക്കുകയാണ്. അദാനിയുടെയും അംബാനിയും ഉൾപ്പെടെയുള്ള ശതകോടീശ്വരന്മാരുടെ സ്വന്തം സമ്പത്ത്
ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്ക് വിഭജിച്ച് ഓരോരുത്തർക്കും എത്ര റുപ്യ വിഹിതം നിശ്ചയിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ വിഹിതം വെച്ച് നോക്കുമ്പോൾ ഓരോ ആളുകളുടെയും അസറ്റ്, അടിസ്ഥാന സമ്പത്ത് എന്ന് പറയുന്നത് ഇത്രയായി വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത്തരമൊരു കണക്കെടുപ്പിലൂടെ അഥവാ മൂലധന ശക്തികളുടെ ആഭ്യന്തര മുതലാളിമാരുടെ കേന്ദ്രീകൃത സംഭവത്തിലൂടെ സമ്പത്തിന്റെ വർധനവിന് എല്ലാവരുടെയും വിഹിതമായി നിശ്ചയിച്ചുകൊണ്ട് കണക്കെടുത്ത് രാജ്യം സമ്പന്നമായി വളരുന്നുവെന്ന് പറയുന്നു. മറുഭാഗത്തോ അടിസ്ഥാന ഭൂരിപക്ഷത്തിന് കിട്ടേണ്ട സമ്പത്ത്, ദരിദ്ര ജനവിഭാഗത്തിന് വിഹിതം കിട്ടേണ്ട സമ്പത്ത്, വികേന്ദ്രീകൃതമാകേണ്ട സമ്പത്ത് അവിടെ നിന്നും വലിച്ച് നോട്ട് നിരോധനത്തിലൂടെ നമ്മുടെ പണം മൊത്തം കൈക്കലാക്കി, വിലക്കയറ്റത്തിലൂടെ, പലിശ ഉപാധിയിലൂടെ, പുതിയ ബാങ്കിങ് സംവിധാനത്തിലൂടെ എന്ന് വേണ്ട GST ഉൾപ്പെടെയുള്ള സംവിധാനത്തിലൂടെ അങ്ങനെ പല നിലയിലും പല സമ്പത്ത് മൊത്തവും നമ്മുടെ കയ്യിൽ നിന്നും അങ്ങ് വാങ്ങി. അപ്പോൾ ഇവിടെ ദരിദ്രരുടെ എണ്ണം കൂടി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇതാണ് രാജ്യത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി. സംഘപരിവാർ ഇങ്ങനെ ഞാൻ പറയുന്നത് ഒരു സാധാരണക്കാരായ ഇന്ത്യക്കാരന് എങ്ങനെയാണ് ഇതിൽ അഭിമാനിക്കാൻ സാധ്യമാകുക? രാഷ്ട്രമെന്ന് പറയുന്നത് കേവലം അന്ധമായ അടിമത്വത്തിൽ അഭിരമിക്കേണ്ട ഒരു സംസ്കൃതിയല്ല രാജ്യം എന്ന് പറയുന്നത്. പൗരത്വത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ നിലപാട് സ്വീകരിക്കാൻ പറ്റേണ്ട ഒരു സാമൂഹ്യ സ്ഥിതിവിശേഷമായി മാറണം. എല്ലാവരും ഇങ്ങനെ RSSകാരിങ്ങനെ വന്ന് പറയുമ്പോൾ, സംഘപരിവാർ പറയുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുകയാണ്. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, അതിൻ്റെ പേരിൽ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നത് കൊണ്ട്, സൈനിക ശക്തിയാകുന്നത് കൊണ്ട് സാധാരണക്കാരൻ്റെ വരുമാനത്തിന് വർധനമുണ്ടാകുന്നുണ്ടോ? ഏതെങ്കിലും ഒരാൾക്ക് അവൻ്റെ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നുണ്ടോ? അവൻ്റെ പട്ടിണി പരിഹരിക്കാൻ പദ്ധതികൾ ഉണ്ടാകുന്നുണ്ടോ? കാർഷിക മേഖലയ്ക്ക് നിങ്ങൾക്കറിയുമോ, നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 14,500 ലക്ഷം കോടി രൂപയാണ് ഈ രാജ്യത്തെ സമ്പന്നർക്ക് നികുതി ഇനത്തിൽ ഇളവ് കൊടുത്തിട്ടുള്ളത്. 14,500 കോടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 14,500 ലക്ഷം കോടി രൂപ ആർക്ക്? സമ്പന്നർക്ക് അഥവാ വൻകിടക്കാർ, ഈ പറയപ്പെട്ട മുതലാളിമാർക്ക് നികുതിയിൽ ഇളവ് കൊടുത്തത്. എന്നാൽ രാജ്യത്തിൻ്റെ അവരല്ലാത്ത 99.99% വരുന്ന രാജ്യത്തിൻ്റെ ഭൂരിപക്ഷത്തിന് എല്ലാ ഇനത്തിലും സബ്സിഡി ഇനത്തിൽ ഉൾപ്പെടെ അതിൻ്റെ 1/3 പോലും ചിലവഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ 130 കോടി ജനതയുണ്ടെങ്കിൽ 129,99,900,000 വരെ അത്രയും ആളുകൾക്ക് കൊടുക്കുന്നത് ഈ മുതലാളിമാർക്ക് കൊടുക്കുന്നതിൻ്റെ 1/3 പോലും സബ്സിഡി ഇനത്തിൽ ഉൾപ്പെടെ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ഈ രാജ്യത്തിൻ്റെ പോക്ക്? നമ്മളിങ്ങനെ എന്തെങ്കിലും വൈകാരികമായത് പകർന്നു തരുമ്പോൾ അതാര് പറഞ്ഞാലും സിന്ദാബാദ് വിളിക്കേണ്ടവരല്ല. ഈ രാജ്യത്തിന് വേണ്ടി ആലോചിച്ച് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടവരാണ്. അതുകൊണ്ട് രാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് മുഴുവനും ഗുജറാത്തിൻ്റെ ലോബിംഗ് വർക്കിലൂടെ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ബനിയ സമുദായം ഉൾപ്പെടെയുള്ള സവർണ സമുദായവും അനുബന്ധ ഗ്രൂപ്പുകളും സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടം അതിന് സൗകര്യമൊരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ ഈ RSSന്റെ ശാഖയിൽ പോകുന്നവനും അതിനുവേണ്ടി ക്ലാസ് എടുക്കുന്നവനും അതിനുവേണ്ടി കൊല നടത്തുന്നവനും ഉൾപ്പെടെയുള്ള ഈ രാജ്യനിവാസികളുടെ സാധാരണക്കാരായ ജാതി മതമേധവുമാകട്ടെ ഈ ഭൂരിപക്ഷം വരുന്ന ആളുകൾ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. അതാണ് രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷം. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടത്. നയരൂപീകരണ സംവിധാനത്തിൽ വിഭവങ്ങളുടെ വിഹിതം കൊടുത്തുകൊണ്ടുമാണ് പരിഹാരം. കർഷക സമരം നമുക്കറിയാം. ഇന്നും ഒരു കർഷകൻ, 24 വയസ്സുള്ള ഒരു കർഷകൻ ഇന്നും രക്തസാക്ഷിയായിട്ടുണ്ട്. 750ഓളം വരുന്ന കർഷകർ ധീരമായ സമരത്തിലുള്ള രക്തസാക്ഷിത്വം വരച്ചു. ഭരണകൂടം കണ്ണു തുറക്കുന്നില്ല. ഇവിടെ അടിസ്ഥാന ഭൂരിപക്ഷത്തിന് നിങ്ങളൊന്ന് ചോദിക്കണം. ഇവിടെ ജനസംഖ്യാനുപാതികമായ സംവരണവും ജാതി സെൻസസിനെ കുറിച്ചുകൂടെ പരാമർശിച്ചു. നിങ്ങളൊന്ന് കണക്കെടുപ്പ് നടത്തണം. ഞാൻ പറയുന്നത് ഇതേതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നമാണോ? ഈ രാജ്യത്തിൻ്റെ പട്ടികവർഗത്തിന് അല്ലെങ്കിൽ തീയ സമുദായത്തിന് ഏതെങ്കിലും ഒരു സമുദായത്തിന് നീതിപൂർവ്വം കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ്റെ ഭൂമി ആരുടെ കയ്യിലാണ്? അവൻ്റെ ഉദ്യോഗമാരുടെ കയ്യിലാണ്? അവൻ്റെ സമ്പത്താരുടെ കയ്യിലാണ്? അവൻ്റെ സാമൂഹ്യമായ മേൽക്കൈ ആരുടെ കയ്യിലാണ്? ഈ ചോദ്യത്തിന് ഭരണഘടനാപരമായി മറുപടി ലഭ്യമാകണമെങ്കിൽ നാം സജീവമായി രാഷ്ട്രീയ സംഘാടനം നടത്തി അധികാരികളായി മാറണം. സാമ്പ്രദായികത പേറിയിരുന്നാൽ പോരാ. കാരണം ആരിൻ്റെ ഭരിക്കുന്നുവെന്നതല്ല,
സാമ്പ്രദായിക പാർട്ടികൾ എങ്ങനെ ഭരിക്കുന്നുവെന്നതല്ല, സംഘപരിവാർ എന്നതല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെ മണ്ണുമായി ബന്ധമുള്ള അടിസ്ഥാന സമൂഹം, നീതി നിഷേധിക്കപ്പെടുന്ന ഭൂരിപക്ഷം അഥവാ രാഷ്ട്രഭൂരിപക്ഷം ഒരുമയോടെ ഐക്യപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചാലല്ലാതെ ഇത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരവുമല്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മളാ തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിനെ പേടിച്ചുകൊണ്ട് കച്ചവടം നടത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ആകെ പേടി, ഏജൻസികൾ മുഴുവൻ അതിൻ്റെ ഉപകരണമായി മാറുന്നു. അവർ കലാപത്തിൽ അഴിച്ചുവിടുന്നു, MP-മാർ കൊലവിളി നടത്തുന്നു, പാർലമെന്റ് വംശീയ അധിക്ഷേപത്തിന്റെ കേന്ദ്രമായി മാറുന്നു. ഒരു ജനാധിപത്യത്തിന്റെ സർവ്വ മഹത്വത്തെയും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഫാഷത്തിൽ നിന്നല്ലാതെ കാണാൻ നമുക്ക് സാധ്യമാകുമോ? നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ഗവൺമെന്റിന് ഭയപ്പെട്ട് ജീവിക്കേണ്ട ദുരവസ്ഥ. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? എത്ര കാലം ഇത് സഹിക്കാൻ കഴിയും? അതുകൊണ്ട് അടിസ്ഥാനപരമായി ബദൽ രാജ്യത്ത് വളർന്നു വരണം. അത് വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. എന്നും സമരം ചെയ്യുന്നവരായി മാറിയാൽ പോരാ. നമ്മുടെ പരിസരങ്ങളോട് പറഞ്ഞു കൊടുക്കണം, സഹജീവികളോട് പറഞ്ഞു കൊടുക്കണം, അഭിമാനത്തിന്റെ രാഷ്ട്രീയം നെഞ്ചിലേറ്റണം. ഇതുവരെ ഒരു പരിഗണനയുമില്ലാതെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോലും AK ബാലന്റെ സാന്നിധ്യം കേരളത്തിൽ എപ്പോഴാണ്? മുഖ്യമന്ത്രി പ്രതിസന്ധി നേരിടുമ്പോൾ വീണ ജോർജിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ അവരുടെ മന്ത്രിമാർ സഞ്ചരിച്ച വാഹനത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ആക്ഷേപം വന്നപ്പോൾ മറുപടി പറയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റിന്റെ പ്രതിസന്ധിക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൂള് എന്നതിനപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന സഖാവായ AK ബാലന്റെ പരിഗണനയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലും ഭരണകൂടത്തിലുമുള്ളത്. എന്താ അതിൻ്റെ കാരണം? ഇവിടെ നമ്മുടെ ഓരോ മണ്ഡലം വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ സാധ്യമാകും. എന്താ കാരണം? എത്ര കാലം പാർട്ടിയിൽ പ്രവർത്തിച്ചുവെന്നതല്ല. എനിക്കിപ്പോഴും പറയാം, കൊല്ലം ജില്ലയിൽ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, ഒരുപക്ഷെ നായനാർ ഗവൺമെന്റിനെ തന്റെ ബുദ്ധി സ്രോതസ് കൊണ്ട് നിലനിർത്തിയ ഒരു മഹാബുദ്ധിജീവി എന്ന് പറയാം. ഒരുപാട് MPhil എടുത്തിട്ടുള്ള ഒരാള്, തുളസീധരനും അറിയാം. ഞാൻ പേര് ഇപ്പോൾ തൽക്കാലം പരാമർശിക്കുന്നില്ല. എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്, രാജ്യസഭാംഗമായിരുന്നു. കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ സാമൂഹ്യമായ പരിഗണന അദ്ദേഹത്തിനുള്ള കാരണം സമ്പന്നമായി ഒരു കുടുംബത്തിൽ ജനിച്ചു വീണു, ഉന്നത വിദ്യാഭ്യാസം നേടി, പാർട്ടിക്ക് വേണ്ടി ബാല്യകാലം മുതൽ പണിയെടുത്ത്, പക്ഷേ വാലും നൂലുമില്ലാത്ത ഒരാളായിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് വേണ്ടതുപോലെ പരിഗണിക്കപ്പെടുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചർച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ പുതിയ ലിസ്റ്റ് വരുമ്പോൾ അതിൽ പോലും അദ്ദേഹത്തിന്റെ പേരില്ല എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ഈ പാർട്ടികൾ പോകുന്നത്? അതുകൊണ്ട് ഇതൊരുപാട് കാലമായി നമ്മൾ പറയാൻ തുടങ്ങുന്നു. കൃത്യമായൊരു ബദൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. ഇന്ത്യയെ വീണ്ടെടുക്കണം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനയാണ്. ആ ഭരണഘടന പറയുന്ന മുഴുവൻ അവകാശങ്ങളും അവസരങ്ങളും തുല്യനീതിയും ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും കിട്ടണം. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭരണഘടനയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭരണഘടനയിൽ നിന്ന് വരെ അത് വിഭാടനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ വീണ്ടെടുക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യത്തിന്റെ രാഷ്ട്രീയ പ്രയാണം ഇന്ത്യ രാജ്യത്തുണ്ടാകണം. ആ ദൗത്യം ഇന്ത്യയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ പരിപാടി കെട്ടി പിരിഞ്ഞു പോയതിന് പരിഹാരമല്ല. നമ്മൾ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരാൾക്ക് അംഗത്വം കൊടുക്കുന്നതിന് ആകെ മാനദണ്ഡം ഇന്ത്യ രാജ്യത്തിന്റെ പൗരനാകണം. അതോടൊപ്പം പാർട്ടിയുടെ ഭരണഘടന അംഗീകരിക്കണം. അയാൾ മുമ്പ് BJP-കാരനാണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല, മാർക്സിസ്റ്റുകാരനായിരുന്നു നമുക്ക് പ്രശ്നമല്ല, മുമ്പ് കോൺഗ്രസോ ലീഗ് എന്തുമാകട്ടെ, പൂർവ്വ രാഷ്ട്രീയം നമ്മൾ അന്വേഷിക്കുകയില്ല. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ധാർമ്മികമായ മൂല്യങ്ങളും അതിൻ്റെ അച്ചടക്കവും പാലിക്കാൻ തയ്യാറായാൽ മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപോലെ പ്രവർത്തിക്കാൻ അവസരമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. പക്ഷേ മതമുള്ളവൻ ഇല്ലാത്തവനെ, അല്ലെങ്കിൽ മതം ഇല്ലാത്തവനുള്ളവനെ ആക്ഷേപിക്കാൻ പാടില്ല. പരസ്പരം മാനിച്ചും ബഹുമാനിച്ചും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷത നെഞ്ചിലേറ്റാൻ പ്രാപ്തി കാണിക്കണം. അത് മാത്രമാണ് മാനദണ്ഡം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത്, നാം കൃത്യമായി ഈ ആശയം സമൂഹത്തോട് പറയണം. സാമ്പ്രദായിക പാർട്ടികൾ പറയുകയില്ല. ഇത് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്, അക്രമത്തിൻ്റെ രാഷ്ട്രീയമല്ല. അരുതായ്മയുമായി കൈ ഉയർത്തിയാൽ ആ കൈ പിടിച്ചുകൊണ്ട് അക്രമിക്കല്ല എന്ന് പറയുക എന്ന സ്വാഭാവിക പ്രതിരോധത്തിനപ്പുറത്ത് കലാപത്തിൻ്റെ ഭാഷ്യമല്ല ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. അത് നൈതികമായ പ്രതിരോധമാണ്.
അതിനപ്പുറത്ത് സ്നേഹരാഷ്ട്രീയമാണ്, ഒരുമയുടെ രാഷ്ട്രീയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് അഭിമാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം, ഒരു ഭരണകൂടത്തെയും ഭയപ്പെടാതെ. അതിനു വേണ്ട ബദൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്, മക്കൾക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു, അതോടൊപ്പം ഒരുപാട് വസ്തു വാങ്ങി ആ രേഖയും ലോക്കറിൽ വെച്ചു, അതോടൊപ്പം തന്നെ നല്ല സുരക്ഷിതമായ കൊട്ടാരമടന്ന് റിമോട്ടിൻ്റെ ഗേറ്റും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരു 100 വർഷം ജീവിക്കാവുന്ന സമ്പത്തിൻ്റെ ഉടമയാക്കി മകനെ മാറ്റി, അല്ലെങ്കിൽ മക്കളെ മാറ്റി. അതുകൊണ്ട് ആ മക്കൾ ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പോകുന്നില്ല. എങ്ങനെ ജീവിക്കുക? സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതി വേണം. അതിനെന്താ വേണ്ടത്? അതിനേക്കാൾ പ്രാമുഖ്യത്തോടെ ബദൽ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരണം. രാഷ്ട്രീയമായൊരു ബദൽ ശക്തിപ്പെടുത്തണം. പൗരന്മാരെ മാനിക്കുന്ന ജനാധിപത്യത്തിൻ്റെ മഹിതമായ മൂല്യങ്ങളെ സമൂഹത്തിലും ഉത്തരവാദിത്തപ്പെട്ട സംവിധാനത്തിൽ നടപ്പിലാക്കാൻ പ്രാപ്തമായ രാഷ്ട്രീയ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരണം. അതൊരു വലിയ ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കണം. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സാഹചര്യത്തെ ഓർത്തുകൊണ്ട് സമാനമായ കറകളഞ്ഞ സമർപ്പിത ബോധത്തിലൂടെ ആ ഒരു രാഷ്ട്രീയ സംഘാടനത്തിന് ദൗത്യവാഹകരായി മാറണം. അതിലൂടെ അല്ലാതെ നമുക്ക് പരിഹാരമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനം ഇത്തരമൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ, ഒരു അവർണ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ, ഒരു സ്വദേശി രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ, ഒരു ആത്മാഭിമാനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ, ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ഗുണാത്മക രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ, നേരിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ, ഭരണഘടന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ, ഈ പ്രസ്ഥാനത്തെ എതിരാളിയായി കണ്ട് സാമ്പ്രദായിക പ്രസ്ഥാനങ്ങളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ചില നിലപാടുകളുമായി രംഗത്ത് വരുന്നുണ്ട്. വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ആ മൂക്ക് വേണ്ട എന്ന് തീരുമാനിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് വിചാരിച്ച് തുമ്മാതിരിക്കാൻ പറ്റുമോ? തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് നമുക്ക് വേണ്ട. അതാണ് ഈ പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഭരണങ്ങളൊക്കെ മാറി മാറി വരാം. സംഘപരിവാർ ഇന്ത്യയിൽ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുമെന്ന് ഒരു ഭീതി നമുക്കില്ല. അധികാരം കിട്ടിയപ്പോൾ ചിലതിനെയൊക്കെ നിരോധിക്കും, ചിലതിനെയൊക്കെ ED-നെ വിടും, ചിലതിനെയൊക്കെ NIA-നെ വിടും. എല്ലാ അധികാരങ്ങളും കൈക്കലാക്കി വെച്ചിട്ട് ശീതീകരിച്ച റൂമിലിരുന്ന് ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ആളുകളെ ഭയപ്പെടുത്തൽ അന്തസ്സുള്ള പ്രക്രിയയല്ല. അതെങ്ങനെ അന്തസ്സുള്ള പണിയാവണത്? ആ സംവിധാനത്തെ നീതിപൂർവ്വം വിനിയോഗിക്കണം. ഈ രാജ്യത്തൊക്കെ BJP-ക്കാർ കച്ചവടം നടത്തുന്നില്ലേ? RSS-കാർ കച്ചവടം നടത്തുന്നില്ലേ? സംഘപരിവാറുമായി ബന്ധമുള്ള ഒരു കച്ചവടം നടത്തുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ പാർട്ടി BJP അധികാരത്തിൽ വന്ന് ഒരു പതിറ്റാണ്ട് പൂർണ്ണമാകുമ്പോൾ RSS-മായി ബന്ധമുള്ള ഒരു പ്രമാണിയുടെ വീട്ടിലേക്ക് ആള് മാറിച്ചെന്നു. ബീഹാറിൽ ആ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി സോറി പറഞ്ഞ് അബദ്ധത്തിൽ വന്നതാണ് ED. എങ്ങോട്ടാ പോകുന്നത്? കെജ്രിവാളിൻ്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. നമുക്ക് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടാകാം. ഫാഷിസ്റ്റുകളല്ലാത്തവരോട് യാതൊരു വിരോധവുമില്ല, വിരോധമുണ്ടാകാൻ പാടില്ല. സംഘപരിവാർ ആശയം പേർന്നവരോടല്ലാതെ എല്ലാവരും മനുഷ്യരാണ്. ജനാധിപത്യ രാജ്യത്തിൻ്റെ അഭിമാനമുള്ള പൗരന്മാരാണ്. എല്ലാവരെയും മാനിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകാൻ സാധ്യമാകണം. അപ്പോഴും അഭിമാനം അടിയറവ് പറയാത്ത ആത്മവിശ്വാസത്തിൻ്റെ ഉറച്ച നിലപാടുകളും നമുക്കുണ്ടാകണം. അത് ഫാഷത്തിന്റെ മുമ്പിലാണ്. ഞാൻ പറഞ്ഞത്, ED എങ്ങോട്ടാ പോകുന്നത്? രാഷ്ട്രീയമായി വിയോജിപ്പുള്ള നേതാക്കന്മാരുടെ വീട്ടിലേക്ക് മാത്രം, അല്ലെങ്കിൽ RSS വരച്ച വരയിൽ നിൽക്കാത്തവരുടെ വീട്ടിലേക്ക് മാത്രം, അല്ലെങ്കിൽ മതന്യൂനപക്ഷക്കാരോട് ഒരാളോട് 10 കോടി ചോദിച്ചു കൊടുത്ത് വായ്പ ഫണ്ട് ചോദിച്ചു കൊണ്ട് അങ്ങോട്ട് ED-നെ വിടും. അങ്ങനെ രാഷ്ട്ര സംവിധാനത്ത് നമ്മളെല്ലാവരും നികുതി കൊടുത്ത് നിലനിർത്തേണ്ട, നീതിപൂർവ്വം മാത്രം ഉപയോഗിക്കേണ്ട സംവിധാനങ്ങളെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, ബ്രാഹ്മണ്യ താല്പര്യത്തിന് വേണ്ടി, ഫാഷിസ്റ്റ് താല്പര്യത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്നതിൽ അഭിരമിച്ചിട്ട് ഇപ്പം NIA വന്നില്ലേ, ED വന്നില്ലേ, ED കയറി നിറങ്ങിയില്ലേ എന്നൊക്കെ പറയുന്ന സംഘപരിവാറിൻ്റെ ഭീരുത്വം ജനാധിപത്യപരമല്ല. അവർ ചോദിക്കുന്നത് എങ്ങനെയാ? അതൊന്നുമല്ല വേണ്ടത്. ആശയ സമ്പാദനത്തിന് തയ്യാറാകണം. ഞാൻ ചോദിക്കുകയാണ്, സംഘപരിവാർ ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഭരണഘടന വെച്ചുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബൗദ്ധിക സ്രോതസ്സിൽ നിന്നും രേഖപ്പെടുത്തപ്പെട്ട
വിചാരധാര ഉൾപ്പെടെയുള്ളത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ സംവാദത്തിന് മനസ്സുണ്ടോ? ജാതി രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ മനസ്സുണ്ടോ? ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന നിങ്ങൾക്ക് എതിർപ്പുള്ള ഇവർ മുസ്ലിങ്ങളോട് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ക്രൈസ്തവരെ മാത്രമാണെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചിട്ട് ഈ രാജ്യത്തെ പുലയനും പറയനും കൊശവനും വേളനും വേടനും ഈ രാജ്യത്തിൻ്റെ അടസ്ഥിത ഭൂരിപക്ഷത്തിന് പൂർണ്ണമായും പ്രാതിനിധ്യം കൊടുക്കാനും അവർക്ക് വേണ്ട വിഹിതം കൊടുക്കാനും അവർക്ക് വേണ്ട വിഭവം കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണെന്ന് പറയാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് നട്ടലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ പിന്നെ എന്ത് ഹിന്ദു ഏകീകരണം ഇവിടെ പറയാ? നിങ്ങൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഞാനിത് പറയുന്നത് RSSന്റെ ബുദ്ധിക്കോമ്പനകൾ തിരുത്തുമെന്നത് കൊണ്ടല്ല. നമ്മൾ ആശയ സംവാദം സജീവമാക്കണം, തിരിച്ചറിവിന്റെ ചോദ്യങ്ങൾ ചോദിക്കണം, തട്ടി ഉണർത്തിക്കൊണ്ട് ഗൗരവബോധമുള്ള രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കണം. സ്നേഹത്തോടെ നമ്മളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സംഘപരിവാറിൽ പെട്ടുപോയ കീഴാള സഹോദരൻ നമ്മുടെ രക്തബന്ധുവാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിന് പൗരഭൂരിപക്ഷത്തിന് രക്തബന്ധത്തിൻ്റെ വൈകാരികതയുണ്ട്. കാരണം ബ്രാഹ്മണ്യം മാത്രമാണ് ഈ രാജ്യത്തെ ഒരാളെയും സ്വീകരിക്കാത്ത. ബാക്കി ക്രൈസ്തവത വന്നു, നാട്ടുകാർ മതം മാറി ക്രിസ്ത്യാനികളായി. ഇസ്ലാം വന്നു, നാട്ടുകാർ മുസ്ലിങ്ങളായി. കമ്മ്യൂണിസം വന്നു, നാട്ടുകാർ കമ്മ്യൂണിസ്റ്റുകളായി. ബ്രാഹ്മണ്യം വന്നു, ഇന്ത്യക്കാരായ ഒരാളും ബ്രാഹ്മണനായിട്ടില്ല. ഒരു ലോകം നശിച്ചാലും ഒരു നാട്ടുകാരനും അവർ സ്വീകരിക്കുകയുമില്ല. ബ്രാഹ്മണ്യം വൈദേശികമാണ്, ജനിതകമായും സാംസ്കാരികമായും അത് വൈദേശികമാണ്. ആ വൈദേശിക ബ്രാഹ്മണ്യത്തിൻ്റെ അപകടകരമായ അഥവാ ഗോൾവാൾക്കർ സൈനിക സ്വഭാവത്തിലൂടെ പുതിയ രൂപം പ്രാപിച്ച ആ സംവിധാനത്തെ ഭരണഘടന കൊണ്ടും ജനാധിപത്യം കൊണ്ടും സൗഹൃദത്തിലൂടെ മറ്റുള്ളവരോട് സംബന്ധിച്ച് യാഥാർത്ഥ്യബോധം ഉണ്ടാക്കിക്കൊണ്ടും അതിജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. ഞാൻ പറയുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്ന ധാരണ? പാലക്കാട് ജില്ലയിലെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കീഴാള സമൂഹത്തിനുണ്ടാകണമെന്ന് ആ രക്തബന്ധം മാനിച്ചുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നേരിൻ്റെ രാജ്യത്തോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പൂർവികരെ, അതോടൊപ്പം ഒറ്റ കാര്യം കൂടി, ഇന്നിപ്പോൾ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഒരാൾ പറഞ്ഞു പോലും, ഒരു RSSകാരൻ പറയുകയാണ് ഒരു വേദിയിൽ, അവരുടെ ഒരു ആഭ്യന്തര സദസ്സിൽ അദ്ദേഹം ചോദിച്ച്, മതേതര രാജ്യമായത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടിയല്ലേ എന്ന്. അങ്ങനെ ക്യാമ്പയിൻ നടക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായില്ലെങ്കിൽ ഈ രാജ്യത്തെ കീഴാളന് വഴി നടക്കാൻ പറ്റുമോ? കുമ്പിൽ തന്നെ കഞ്ഞി കുടിക്കണ്ടേ? തുണി കൊടുക്കാൻ പറ്റുമോ? വോട്ടിന് മൂല്യം ഉണ്ടാവോ? ഇന്ത്യ മതേതരമായതിൻ്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ അസ്പൃശ്യരായിരുന്ന് അകറ്റി നിർത്തപ്പെട്ട അടിസ്ഥാന ജനവിഭാഗമാണ്. എന്നിട്ടതാ മറ്റു ചിലരോട് കാണിച്ച ഔദാര്യമാണെന്ന് ക്യാമ്പയിൻ നടത്തുക. NRC സമയത്ത് മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് RSSനോടൊപ്പം നിന്നോ, നിങ്ങൾക്ക് മുസ്ലിങ്ങൾ അതൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ കീഴാളനെ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഇതൊക്കെ നടക്കാൻ പോകുന്നതാണോ? സമാധാനം എല്ലാവർക്കും വേണം, ഈക്വാലിറ്റിയാണ്. സമാധാനം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഒരുപോലുള്ള സമാധാനം പരിരക്ഷിക്കപ്പെടുന്നിടത്ത് മാത്രമാണ് ഏവർക്കും സമാധാനം എന്ന ഒരു സാമൂഹ്യ സ്ഥിതി രൂപപ്പെടുകയുള്ളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം നമുക്കറിയാം, ഭേദമാണെന്ന് വിചാരിക്കേണ്ട. സവർണ താല്പര്യത്തെ മാത്രം പരിരക്ഷിക്കുന്നു. സംസ്ഥാന ക്യാബിനറ്റിൽ 55% സവർണരെന്ന് പറയാൻ പറ്റൂല, മറിച്ച് സാമൂഹ്യമായി മേൽക്കൈ കിട്ടിയ കീഴാളനാണ്, ശൂദ്രരാണ്, അഥവാ നായന്മാരാ. ചില അങ്ങനെയുണ്ട്. അധികാരമൊക്കെ കിട്ടുമ്പോൾ അവരെ ഒരു കാലത്ത് പരദേശി ബ്രാഹ്മണർക്ക് മാത്രം ഉദ്യോഗം നൽകിയപ്പോൾ ഞങ്ങൾക്ക് സംവരണം വേണമെന്ന് പറഞ്ഞ് രാജവംശത്തിന് മുകളിൽ സമരം നടത്തിയ ഒരു ജാതി വിഭാഗമാണ് ഇവിടുത്തെ നായർ സമൂഹം. പരദേശി ബ്രാഹ്മണർക്ക് മാത്രം കൊടുത്താൽ പറഞ്ഞ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവർക്ക് മേൽക്കൈ കിട്ടി. അവരാണെന്ന് കേരള ഗവൺമെൻറ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ജാതി സെൻസസിന് അവർ സപ്പോർട്ട് ചെയ്യാത്ത. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞ് ഈ ക്യാബിനറ്റ് സപ്പോർട്ട് ചെയ്യില്ല. കാരണം ജാതി സെൻസസിനെ എതിർക്കുന്ന ഒരു ജാതി വിഭാഗമാണ് സ്റ്റേറ്റ് ക്യാബിനറ്റിനെ നിയന്ത്രിക്കുന്നത്, സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമീപനം മുഴുവനും സാമൂഹ്യ വിരുദ്ധമാകുകയാണ്, സാമൂഹ്യ നീതിക്കെതിരാകുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തിനോടൊക്കെ നിൽക്കുന്നതിന് പകരം നമുക്ക് നേരിൻ്റെ രാഷ്ട്രീയം നെഞ്ചിലേറ്റി, ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, നിങ്ങൾ സമൂഹത്തോട് പറയണം. ഈ ആശയം നമ്മൾ പ്രചരിപ്പിക്കണം. ഒരു ഭയപ്പാടും വേണ്ട. ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ ഫാഷിസ്റ്റ് ആർത്തിരമ്പി വന്നാലും ഇന്ത്യ രാജ്യത്തിൻ്റെ 91% വരുന്ന ജനത
ഭരണഘടന കൊണ്ട് അതിനെ അതിജീവിക്കുമെന്ന സത്യസന്ധമായ ആത്മവിശ്വാസത്തോടെ വേണം പിരിഞ്ഞു പോകാനും തുടർ പ്രവർത്തനം നടത്താനും. അവരിപ്പോൾ കൊന്നാപ്പോൾ എത്ര പേര് കൊന്നു തീർക്കും? പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞു മുസ്ലിം ന്യൂനപക്ഷം പ്രകോപിതരാകുകയാണ്. പറഞ്ഞ കാരണം എന്താ? എവിടെ ഒരു പള്ളി പൊളിക്കാൻ ചെന്നപ്പോൾ തടഞ്ഞു. അതെവിടെയാത്? എവിടെ ഒരു പള്ളി പൊളിക്കാൻ ചെന്നപ്പോൾ എന്തേതും ജാർഖണ്ഡിലോ ഉത്തരാഖണ്ഡിൽ എല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞത് പള്ളി പൊളിക്കാതെ ഇറങ്ങിയിട്ട് തടഞ്ഞു. അപ്പോൾ പ്രകോപിതമാകുകയാണ് എന്ന്. കാരണം 10-25 കോടി മുസ്ലിങ്ങൾ ഇവിടെയുണ്ട്. എത്ര പള്ളി പൊളിക്കണമെന്ന് ഇങ്ങനെ ആരെങ്കിലും പറയുന്ന, അല്ലെങ്കിൽ മതനിരപേക്ഷത പറഞ്ഞ് ആത്മീയമായ ഭാവത്തോട് അരുതെന്ന് മാത്രം പറയുന്നവരുടെ അടിമകളായി എത്ര കാലം മുമ്പോട്ട് പോകും? എത്ര പള്ളി പൊളിക്കാൻ? അങ്ങനെ ഇപ്പം കേരളത്തിലും പള്ളി പൊളിക്കൂന്നാണ് പറഞ്ഞത്. കേരളത്തിലൊന്നും പള്ളി പൊളിക്കൂല. കേരളത്തിലൊന്നും പള്ളി പൊളിക്കൂല കേട്ടോ. അതൊക്കെ അവരിങ്ങനെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പറയുന്നതാണ്. അതിൻ്റെ പ്രസിഡന്റ് പൊളിച്ചോളാൻ പറഞ്ഞാലും ശരി, നമ്മൾ പറയും പൊളിക്കാൻ പറ്റൂല എന്ന്. ഒരു പള്ളിയും ഒരു ചർച്ചും ഒരു അമ്പലവും ഒന്നും കേരളത്തിൽ പൊളിക്കാൻ പറ്റൂല. ഇന്ത്യയിലും പൊളിക്കാൻ പറ്റൂല. ഭരണഘടനാപരമായ പരിരക്ഷണം. അപ്പം എവിടെയോ ഒന്ന് പൊളിക്കാൻ ചെന്നപ്പോൾ തെരുവിലിറങ്ങി പള്ളിയിൽ പോണ ഒരു സമരം നടത്തിയതിനെ കുറിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് മുസ്ലിങ്ങൾ പ്രകോപിതമാകുന്നു എന്നാണ്. 25 കോടി മുസ്ലിങ്ങളെയും 4-5 കോടി വരുന്ന ക്രൈസ്തവരെയും അതിനേക്ക് 30 കോടി വരുന്ന ഇവിടുത്തെ പട്ടികവർഗത്തെയും അതോടൊപ്പം തന്നെ 30 കോടി വരുന്ന ഇവിടുത്തെ പിന്നാക്ക ജനവിഭാഗത്തെയും അഥവാ രാജ്യത്തിൻ്റെ 91% കബളിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം അവർ ആലോചനാപൂർവ്വം ഒരു നിലപാട് സ്വീകരിക്കും. അന്ന് ഇന്ത്യ രാജ്യം സർവ്വതിൽ നിന്നും മോക്ഷം നേടും. അതിന് സാമൂഹ്യ ജനാധിപത്യം ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പം നിന്ന് അങ്ങനെ പാർട്ടിയെ നമ്മൾ വളർത്തി, രാജ്യത്ത് വളർത്തി. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പാർട്ടിയല്ല, ഏതെങ്കിലും ജാതി വിഭാഗത്തിൻ്റെ പാർട്ടിയല്ല, മതമുള്ളവരുടെ മാത്രം പാർട്ടിയല്ല, മതമില്ലാത്തവരുമുള്ള പാർട്ടിയാണ്. അത്തരം ഒരു ഭരണഘടന പറയുന്ന ഒരു ജനാധിപത്യ ബോധത്തോടെയുള്ള ഒരു രാഷ്ട്രഭാവിക്ക് വേണ്ടി നമുക്ക് ഉറക്കമൊഴിയാം. അതിനുവേണ്ടി ചെലവഴിക്കാം, അതിനുവേണ്ടി സഞ്ചരിക്കാം, അതിനുവേണ്ടി വർത്തമാനം പറയാം. സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിന് സമാനമായിട്ട് രൂപപ്പെട്ടു പോയാൽ സമാനമായ നിലപാടുകളും പോരാട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ ഇത്തരം ആശയങ്ങളാണ് പറയാനുള്ളത്. ഇനി പാലക്കാട് ജില്ലയിൽ പാർട്ടി നേരിട്ട് പറയണമെന്നല്ല, ഓരോരുത്തരും ഏറ്റെടുത്ത് നിങ്ങളുടെ ചുണ്ടുകൾ സഹോദരിമാർ ഉൾപ്പെടെ കാർഡുകൾക്ക് കൈമാറി പാലക്കാട് ജില്ലയിലെ അധസ്ഥിത ഭൂരിപക്ഷത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമാക്കി ഇതിനെ മാറ്റാനുള്ള ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി മികവുറ്റ സംഘാടനത്തിനും മികച്ച പങ്കാളിത്തത്തിനും ജനങ്ങളോടും പ്രവർത്തകരോടും പാർട്ടി ഘടകത്തോടും 1000 വട്ടം അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അഭിമാനപൂർവ്വം ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.